നമസ്കാരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ തകിടുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമായില്ല. ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്പ് പാളികളാണെന്നും അതാണ് ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ കൊണ്ടുപോയതെന്നും സ്പോൺസറായ അനന്ത സുബ്രഹ്മണ്യൻ വെളിപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് സ്വർണം പൂശൽ സ്പോൺസർ ചെയ്യുകയായിരുന്നുവെന്ന് രണ്ടാമത്തെ സ്പോൺസറായ രമേഷ് റാവുവും പറഞ്ഞു. വിവാദങ്ങൾക്കിടെ പോറ്റി തിരുവനന്തപുരത്തെ വീട്ടിൽ തിരിച്ചെത്തി അന്വേഷണത്തിനോട് സഹകരിക്കാമെന്നാണ് പോറ്റിയുടെ വാഗ്ദാനം. പാളികൾ 2019 പോറ്റിക്ക് കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ KS അരുൺകുമാർ, CPM ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് ശ്രീ P ശ്യാംരാജ്, BJP ശ്രീ രാഹുൽ ഈശ്വർ, തന്ത്രി കുടുംബാംഗം എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുമത്രേ. 2 തവണയാണ് അദ്ദേഹം ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്ന പാളികൾ അഴിച്ചുകൊണ്ടുപോയത്. അത് പലയിടങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ വാതിലും ഈ തരുണത്തിൽ ബാംഗ്ലൂരിലടക്കം കാഴ്ച വസ്തുവാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ക്ഷേത്രത്തിൽ അത് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ ഒഴികെയുള്ള ബാക്കിയെല്ലാം ഇതിനോടകം വിറ്റ് കാശാക്കാനുള്ള ശ്രമത്തെ നേരിട്ടു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇവിടെ ഹൈക്കോടതി ഈ വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും 4 ഇടക്കാല ഉത്തരവുകൾ ഇതിൻ്റെ ഭാഗമായി പാസ്സാക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സീനിയർ ജഡ്ജായി റിട്ടയർ ചെയ്ത ജസ്റ്റിസ് KT ശങ്കരനോട് ഈ വിഷയങ്ങൾ അന്വേഷിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് അന്വേഷിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ദേവസ്വം ബോർഡും അതുപോലെ ശബരിമലയിലെ അതോറിറ്റിയും പൂർണ്ണ പിന്തുണ കൊടുക്കണം അന്വേഷണത്തിന്, അതുപോലെ രേഖകളെല്ലാം പരിശോധിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. 1999 വിജയ് മല്യയാണ് ശബരിമലയിലെ ശ്രീകോവിലും പരിസര പ്രദേശങ്ങളും ഇത്തരത്തിൽ സ്വർണം പൂശുന്ന നടപടിക്രമങ്ങൾ ചെയ്തത്. അതെല്ലാം ശബരിമലയിൽ വെച്ച് തന്നെയാണ് ചെയ്തത്. ശബരിമല മാനുവൽ അനുസരിച്ച് 1950 മാനുവൽ അനുസരിച്ച് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ശബരിമലയുടെ പ്രമൈസിസിൽ വെച്ച് തന്നെയാണ്. എന്നാൽ 2015 മുതൽ ശബരിമലയിലെ കൊടിമരം ഉൾപ്പെടെ പുറത്തു കൊണ്ടുപോയി അതിൽ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ഉത്തരവിട്ടതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുമുണ്ട്. മാനുവലിന് വിരുദ്ധമായിട്ടും ചെയ്തിട്ടുണ്ട്. ഈ 99 മുതൽ വിജയ് മല്യ സ്വർണം പൂശി കൊടുത്ത അതേ സാഹചര്യം തുടരുമ്പോൾ അതിൽ ഈ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ, സ്വർണം പൂശിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വർണം അതിൽ പതിപ്പിക്കുകയാണോ ചെയ്തിരിക്കുന്നത്, ആ പതിപ്പിച്ച മേഖലകളിൽ ഈ ദ്വാരപാലക ശില്പമുണ്ടോ എന്ന ഒരു ചോദ്യം ഇപ്പൊ നിലനിൽക്കുകയാണ്. എഴുതി അതുപോലെ തന്നെ ശ്രീ അരുൺകുമാർ ഉണ്ടല്ലോ. ഒന്ന്, ആ സമയത്ത് ദേവസ്വം ബോർഡ് കൊടുത്ത പത്രക്കുറിപ്പ് അനുസരിച്ച് അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയിൽ വളരെ കൃത്യമായി 2 ദ്വാരപാലക ശില്പങ്ങളിലും ഈ സ്വർണം പതിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അതിനുശേഷം വന്ന ഫോട്ടോഗ്രാഫുകളിലും വിഷ്വലുകളിലും ഒക്കെ അത് വ്യക്തമാണ്. ഇതൊക്കെ കഴിഞ്ഞ് വിജയ് മല്യ ഈ സ്വർണം പതിപ്പിച്ചു കഴിഞ്ഞ് 2 പതിറ്റാണ്ട് കഴിഞ്ഞ് 2019 ആവുമ്പോഴാണ് സ്വർണം ചെമ്പായി പോയത്. അപ്പോ ദേവസ്വം ബോർഡിന്റെ മഹസറിലും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലുമൊക്കെ ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരിക്കുന്നത് ചെമ്പ് പാളികളാണ്. ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. അല്ല അഭിലാഷേ, അതിലൊരു പ്രശ്നം, സ്വർണം ക്ലാഡഡ്, ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ് എന്ന രൂപത്തിലാണ്. സ്വർണം പൂശുകയും സ്വർണത്തിന്റെ വളരെ നേരിയ പാളി പതിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് 2019 തയ്യാറാക്കിയ മഹസറിൽ അത് ചെമ്പ് എന്നും മാത്രം രേഖപ്പെടുത്തിയത് എന്നതാണ് താങ്കൾ ചോദിച്ച ചോദ്യം. സ്വർണം പൂശിയതാണെങ്കിൽ മൊത്തത്തിൽ പൂശിയതാണ്, അതിൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ സ്വർണം ക്ലാഡഡ് ആണ്, വളരെ നേരിയ രീതിയിൽ സ്വർണം അതിൻ്റെ ആവരണത്തിൽ പതിപ്പിച്ചതാണെങ്കിൽ അത് മാറ്റിവെച്ച് ചെമ്പ് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. ഇതിൽ ഒരു മഹസറിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ശുദ്ധി ചെയ്യാത്ത ചെമ്പ് പാളിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് എന്നതാണ്. അത് കൊണ്ടുപോയപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. 42 കിലോ 800 ഗ്രാം 42.800 ഗ്രാം കൊണ്ടുപോയി 39 ദിവസം കൈവശം വച്ച് അത് 38.258 ഗ്രാമാണ്. അപ്പൊ 4.541 കുറയുകയാണ്. അതിൽ ഒരു എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിൽ ആ മഹസറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ശുദ്ധി ചെയ്യാത്ത ചെമ്പുപാളിയാണ് കൊണ്ടുപോയത്. ശുദ്ധി ചെയ്തപ്പോ ആണ് ഈ 39 ദിവസം കൈവച്ച് ശുദ്ധി ചെയ്തിട്ടാണ് കൈമാറിയത്. അതൊന്നും വിശ്വസനീയമല്ല. അതൊക്കെ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ
വിജയ് മല്യ സ്വർണം ക്ലാഡഡ് ആണോ പൂശുകയാണോ ചെയ്തത്, അതിൽ ദ്വാരപാലക ശില്പം ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ പാളി മാറ്റി വെച്ചിട്ട് ചെമ്പ് മാത്രമാണോ കൊണ്ടുപോയത്, അതോ ഇത് സ്വർണം ഉൾപ്പെടെ കൊണ്ടുപോയിട്ട് അതിൽ ഈ തൂക്കം കുറഞ്ഞതാണോ, ഇതൊക്കെ അന്വേഷിക്കണം, കണ്ടെത്തണം, കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കണം. ഒരാളും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണല്ലോ ഇത് ഈ നിലയ്ക്ക് ചർച്ചയാവുന്നത്. ഇതിനിടയിൽ ഒരു മിനിറ്റോടെ ഇതിലൊരൊറ്റ കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, അരുൺകുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ഭക്തരാണല്ലോ ഈ 2019 ഈ സ്വർണം പൂശൽ സ്പോൺസർ ചെയ്തത്. അവർ ഈ സ്വർണം പൂശൽ സ്പോൺസർ ചെയ്തതിനെ കുറിച്ച് 2019 ബാംഗ്ലൂരിൽ ഇറങ്ങിയ, കർണാടകയിൽ ഇറങ്ങിയ വർത്തമാന പത്രങ്ങളിൽ വാർത്തയുണ്ട്. അതിൽ ഈ രമേശ് റാവുവിനെ കോട്ട് ചെയ്തുകൊണ്ട് ആ വാർത്ത പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹൈദരാബാദിൽ തയ്യാർ ചെയ്തിട്ടുള്ള ചെമ്പ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിച്ച് അവിടെ നിന്ന് സ്വർണം പൂശിയാണ് ശബരിമലയിൽ കൊണ്ടുപോയി തിരുവോണ നാളിൽ ഇത് പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈദരാബാദിൽ നിന്ന് കോപ്പർ കൊണ്ടുവന്ന് ചെന്നൈയിൽ വെച്ച് സ്വർണം പൂശി തിരുവോണ നാളിൽ ശബരിമലയിൽ അത് വെക്കണമെങ്കിൽ ഇത് ആദ്യം അഴിച്ചുകൊണ്ടുപോയ ചെമ്പുണ്ടല്ലോ, അല്ലെങ്കിൽ അഴിച്ചുകൊണ്ടുപോയ സംഗതി ഉണ്ടല്ലോ, ഈ ദ്വാരപാലക ശില്പത്തെ പൊതിഞ്ഞിരുന്ന കവചം, അതെവിടെ പോയി? അല്ല, അതില് രണ്ട് കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ ഒരു അനോമലിയാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറും അതിൻ്റെ തിരുവാഭരണ കമ്മീഷണറും എല്ലാം ഉൾപ്പെടെ ആണ് ഇത്തരത്തിൽ ഒരു അറ്റകുറ്റപ്പണിക്ക് ശബരിമലയുടെ ഏതെങ്കിലും ഉരുപ്പടി കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും. ഇതൊരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ബോർഡ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമാണ്. ബോർഡ് കൃത്യമായി എടുത്ത തീരുമാനം ഇന്നെ ആളുകൾ കൊണ്ടുപോയി നോംസ് അനുസരിച്ച് പോകണം എന്നത് തന്നെയാണ്. നോംസിന് വയലേഷൻ വരുത്താൻ പറ്റില്ല. അതൊരു വ്യക്തി 10-39 ദിവസം കൈ വച്ചതും അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നതും ആ തിരിച്ചു കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും അതിന്റെ തൂക്കം എടുക്കാത്തതും, ആ തൂക്കം മഗസറിലെല്ലാം രേഖപ്പെടുത്തി, പക്ഷേ തൂക്കം രേഖപ്പെടുത്തിയില്ല. കൊണ്ടുപോയ സാധനം തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്തായാലും റീപ്ലേസ് ചെയ്യുമ്പോഴും തൂക്കം നോക്കണം. അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ഈ അന്വേഷണ പരിധിയിൽ തന്നെ വരണം. ഇപ്പോഴെന്താ ഹൈക്കോടതി ഇതിൽ ഇടപെടാനുണ്ടായ സാഹചര്യം എന്താ? ഞാൻ കൊടുത്തുവിട്ട ഇതിലെ കൃത്യമായിട്ടുള്ള ഒരു ശില്പം, താങ്ങുപീഠം, ആ താങ്ങുപീഠം സ്റ്റോർ റൂമിലുണ്ട്, പക്ഷെ ഇപ്പൊ അത് അവിടെ കാണുന്നില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതും അദ്ദേഹം അയച്ച മറ്റൊരു ഇമെയിൽ സന്ദേശം, ഇത്തരത്തിലൊരു സാഹചര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പഴയ 2019 കാര്യങ്ങളിലേക്ക് കണ്ടെത്തി എന്ന് പറയുമ്പോഴും ഈ 2025 സംഗതി അഴിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ദേവസ്വം ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറെ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ സംഗതി അഴിച്ചുകൊണ്ട് ചെന്നൈക്ക് പോയപ്പോഴാണ് കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. അല്ലല്ല, അത് രണ്ടാണ്. അത് അഴിക്കുമ്പോൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല. പക്ഷേ അത് പിറ്റേ ദിവസം 7-ാം തീയതി അഴിക്കുന്നു, 8-ാം തീയതി രാവിലെ തന്നെ അദ്ദേഹത്തെ ഇൻഫോം ചെയ്യുന്നു, റിട്ടേൺ ആയിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നു. കൊണ്ടുപോകുന്നതെല്ലാം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കൂടി അറിഞ്ഞിട്ടാണ്. അത് കൃത്യമായി 12-ാം തീയതി ഇൻട്രീം ഓർഡറിൽ അത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി ദേവസ്വം ബോർഡ് അപ്പോളജിയും പറഞ്ഞത് എന്താ വെച്ചാൽ, അഴിക്കണമെങ്കിലും 2023 വിധി പ്രകാരം ഹൈക്കോടതിക്ക് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചിട്ടേ പറ്റൂ എന്നുള്ളത്. പക്ഷേ തന്ത്രി എന്ന രൂപത്തിൽ തന്ത്രിയുടെ റിട്ടേൺ ഓർഡറിന്റെ ഭാഗമായി ഇത് അഴിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചു. അതിലൊരു പ്രശ്നം അതല്ല, ഈ 2000 സ്റ്റോർ റൂമിൽ ഇന്ന സാധനം ഉണ്ട്, താങ്ങുപീഠം ഉണ്ട്, അതിപ്പോ കാണുന്നില്ല എന്ന രൂപത്തിൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പ്രസ്താവന അത് കൃത്യമായി പരിശോധിച്ച് വന്നപ്പോൾ ദേവസ്വത്തിന്റെ വിജിലൻസ് കമ്മീഷണർ തന്നെയാണ് ഞങ്ങൾ ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ 2019 മുതൽ ഇങ്ങനെ ഒരു അനോമനി ഉണ്ട്, 4 കിലോയുടെ വ്യത്യാസം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സ്ട്രോങ് റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞ സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല, സ്പോൺസർ ചെയ്ത ആള് കൊണ്ടുവന്നു, അത് പ്ലേസ് ചെയ്യാൻ നോക്കിയപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ രൂപമാറ്റം വരുത്തി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നും അത് അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇത്തരം സാഹചര്യം ഉണ്ടായത്. ഒന്ന് നമ്മൾ ഓർക്കുക, ആ ബന്ധു വീട്ടിൽ നിന്ന് ഈ താങ്ങുപീഠം കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ കുറ്റാരോപണം ആരുടെ മേലായിരുന്നേനെ? ഈ ദേവസ്വം ബോർഡും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും തന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളുടെ തലയിലേക്ക് വന്നേനെ. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയോ അവതാരകർ, അതുപോലെ ഏതൊക്കെയോ സ്പോൺസർ, ഏതൊക്കെയോ ഇതിന്റെയൊക്കെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർ, ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഹൈക്കോടതിയുടെ ബെഞ്ചിന്, പ്രത്യേകിച്ച് ജഡ്ജിന് ദേവസ്വം ബോർഡ് പൂർണ്ണ പിന്തുണ കൊടുക്കും, ഗവൺമെന്റും പോലീസ് സംവിധാനവും പൂർണ്ണ പിന്തുണ കൊടുക്കും, അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശരി, ശക്തമായ അന്വേഷണം വേണമെന്ന് CPM തന്നെ പറയുമ്പോൾ, ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ ആരൊക്കെ അറിഞ്ഞാൽ ഇത് നടക്കുമെന്ന പ്രശ്നമുണ്ട്. ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ പ്രിമൈസസിലുള്ള
ആചാരപരമായി തന്നെ പ്രാധാന്യമുള്ള കാര്യങ്ങളിലൊക്കെ തന്ത്രിക്കൊരു സേ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്ത്രിയും മേൽശാന്തിയും പിന്നെ ഈ റിസീവ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. ശ്രീകോവിലിൻ്റെ സമീപമുള്ള ദ്വാരപാലക ശില്പങ്ങൾ മങ്ങുന്നു. അപ്പോൾ അതിന് തിളക്കം കൂട്ടേണ്ടതുണ്ട്, അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്. ഇതിലൊക്കെ തന്ത്രിയുടെ സേയും വളരെ പ്രധാനമാണ്. ദേവസ്വം ബോർഡ് മാത്രം അഡ്മിനിസ്ട്രേറ്റീവായിട്ട് മാത്രം എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളും നടപടികളുമാണോ ഇവ? ഇതൊരു പക്ഷേ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. മാതൃഭൂമി തന്നെ പുറത്തു വിട്ടതാണ്. എൻ്റെ മുത്തശ്ശനായിരുന്ന ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വര്, ശ്രീശാന്ത് അടക്കമുള്ളവർ 2013 ശബരിമലയിൽ ഉണ്ടായിരുന്ന ചിത്രമാണ്. ഞാനടക്കം ഈ സമയത്ത് ശബരിമലയിലുണ്ട്. ഇതിൽ കൃത്യമായി കാണാൻ കഴിയുന്നില്ലേ, ഇത് ഗോൾഡ് ക്ലാഡഡ്, ഗോൾഡ് പ്ലേറ്റഡ്, സ്വർണം പൂശൽ, സ്വർണം പതിക്കൽ, എന്ത് പേര് വിളിച്ചാലും എല്ലാ പേരും പറയുന്നതിന്റെ റീസൺ എന്താ അറിയാമോ? ഇല്ലെങ്കിൽ അത് പറഞ്ഞ് കറക്റ്റ്. അപ്പോ ഇത് സഖാവ് അരുൺകുമാർ കാണുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടമാണ്, ആദരവാണ്. അദ്ദേഹം സത്യസന്ധനാണെന്ന് എനിക്കറിയാം. പക്ഷേ കള്ളം ചെയ്തവർക്ക് കൂട്ടു നിൽക്കരുത്. ചരിത്രം അങ്ങനെ വിലയിരുത്തുന്ന കാര്യം മറക്കരുത്. അതായത് 2 വാദങ്ങളുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി ചെമ്പാണോ സ്വർണമാണോ എന്നൊന്നും അറിയില്ല എന്നൊന്നും പറയരുത്. ഇത് സ്വർണമാണെന്ന് കണ്ണുള്ള ഏതൊരുത്തരും കണ്ടാൽ അറിയാം. അതായത് ഇത് ഗോൾഡ് ക്ലാഡഡ് തന്നെയാണ്. 2013 അടക്കമുള്ള വിഷ്വൽസ് ഉണ്ട്. 1998-99 മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ശ്രീ അഭിലാഷ് അടക്കം തലേ ദിവസങ്ങളിൽ ചർച്ചകളിൽ പറയുന്നത് കൃത്യമായിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് ക്ലാഡഡ് ആണ്, ഗോൾഡ് പ്ലേറ്റഡ് ആണ്, സ്വർണം പൂശിയതോ സ്വർണം പതിച്ചതോ ആണ്. അതെവിടെ എന്നുള്ളതാണ് ചോദ്യം. 2, ഇനിയും ഇതുവരെ ഇതൊരു വീഴ്ചയാണ് എന്ന രീതിയിലാണ് ആൾക്കാർ കണ്ടത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ്. ഇതുവരെ നമ്മൾ എറർ ആണോ എന്നാണ് സംശയിച്ചത്. ഇപ്പോൾ നമ്മൾ മോഷണമാണോ എന്നാണ് സംശയിക്കുന്നത്. ഇനി 2, ചില ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് കൊണ്ടുപോയ പാളികളല്ല തിരിച്ചു കൊണ്ടുവന്നത്, പുതിയ പാളികളെന്നാണ്. അങ്ങ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ശ്രീരാംപുര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് ഇത് കൊണ്ടുപോവുകയും ഹൈദരാബാദിലും ചെന്നൈയിൽ വെച്ച് പുതിയ ചെമ്പ് പാളികൾ നിർമ്മിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടിരുന്ന വിവരം. ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ആര് അധികാരം നൽകി ആ അല്ലെങ്കിൽ ആ സ്വർണം പതിഞ്ഞ ചെമ്പ് പാളികൾ മാറ്റാൻ? ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് റൈറ്റ് ഉണ്ട്? അങ്ങേക്ക് ഓർമ്മ കാണും, കഴിഞ്ഞ തവണ ഇതേപോലെ ഒരു ഉണ്ണികൃഷ്ണ പണിക്കരായിരുന്നു, പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ. അദ്ദേഹത്തിന്റെ 90-100 കോടി രൂപയ്ക്കുള്ള അഴിമതി ദേവസ്വ പ്രശ്നം, അന്നത്തെ ദേവസ്വ പ്രശ്നമായിരുന്നു. അത് പൊളിക്കാൻ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ പ്രശ്നം എടുത്തുകൊണ്ട് ഞാൻ നികേഷ് സാറിനെ, റിപ്പോർട്ടർ, അന്നത്തെ ഇന്ത്യ വിഷന് വന്ന് കാണുകയും നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തു. അതൊരു 100 കോടി രൂപയുടെ അഴിമതിക്കുള്ള ശ്രമമായിരുന്നു. അങ്ങനെയാണ് ജയമാലയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നത്. ഇത് മറ്റൊരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതിന്റെ പ്രസക്തി എവിടെയാണ്? 2 കാര്യങ്ങളിൽ ആർക്കും സംശയം വേണ്ട. ഒന്ന്, 1998-99 കാലങ്ങളിൽ 30.3 കിലോഗ്രാം സ്വർണം ശബരിമലയിൽ പതിച്ച് പൂശിയ കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാർക്ക് സ്വർണം ഉണ്ടായിരുന്നു. 2, 2013 കാലഘട്ടങ്ങളിൽ ദ്വാരപാലകന്മാരുടെ ചെമ്പിന് മേൽ സ്വർണം പതിച്ചിരുന്നു. സ്വർണം എവിടെയെന്ന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ബാക്കി എല്ലാ 2013 പ്രസിദ്ധീകരിച്ച ആ ചിത്രം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. രാഹുൽ തുടർന്നോളൂ. കറക്റ്റ്. ഇനി ഒരു കാര്യം കൂടെ, ബാക്കി ആൾക്കാർക്കൊന്നും ഇതിൽ ഉത്തരവാദിത്തം ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ സാധാരണ അയ്യപ്പ വിശ്വാസിയായിട്ട്, അയ്യപ്പ ഭക്തനായിട്ട്, ഒരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ തന്ത്രിയോ പൂജാരിയോ മേശാന്തിമാർക്കോ അല്ല, ദേവസ്വം ബോർഡിനാണ് റെസ്പോൺസിബിലിറ്റി. ഓർക്കുക, പൂജ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രി അവസാന വാക്ക്. അതിന്റെ അറ്റകുറ്റപ്പണികളിൽ തന്ത്രി അല്ല അവസാന വാക്ക്. അത് ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ്. അതായത് ഏത് അമ്പലത്തിലും റിച്വലിസ്റ്റിക് ഹെഡാണ്, ദേവന്റെ പിതാവാണ്, DTയുടെ അച്ഛനാണ് തന്ത്രി. തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ പരമാധികാരമേ ഉള്ളൂ. അറ്റകുറ്റപ്പണിയിൽ തന്ത്രിക്കല്ല പരമാധികാരം. ആ പരമാധികാരമുള്ള ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ അമ്പലക്കള്ളനോ അമ്പലം വിഴുങ്ങിയെന്നോ ഒന്നും വിളിക്കുന്നില്ല. അത് വളരെ കടുത്തൊരു വാക്കാണ്, കേൾക്കുമ്പോൾ എനിക്ക് പോലും വിഷമമാണ്. പക്ഷേ ആ സ്വർണം പതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ എവിടെയെന്നുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. കിട്ടുന്നത് വരെ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ഒരു അറസ്റ്റിലേക്കാണ്, ചിലരുടെ അറസ്റ്റിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇതിൽ ഗൗരവതരമായ നിരവധി വിഷയങ്ങളുണ്ട്. 2 പതിറ്റാണ്ട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമുണ്ട്. 2019 ഒരു പത്രവാർത്തയിൽ പറയുന്നത് അന്നത്തെ ആ കാലത്തെ ഒരു ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്നിട്ട് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ മാറ്റാറായി എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് അഴിച്ചു കൊണ്ടുപോയതെന്നൊക്കെയാണ്. എന്തായാലും അഴിച്ചു കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ്. വളരെ സ്ട്രെയിഞ്ചാണ്. ശബരിമല പോലത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത്. ഉത്തരവനുസരിച്ച് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും എന്നുള്ളതാണ്. എങ്ങനെയാണ് വഴിയെ പോകുന്ന ഒരു ഭക്തന് ഇതുപോലെ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയാണ് ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്.
അപ്പോൾ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറ്റകുറ്റപ്പണി നടത്തിയത്. 10-30 ദിവസം ഇയാളത് സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിച്ചു. കൊണ്ടുപോയതല്ല തിരികെ വന്നത് എന്ന് വിശ്വസിക്കാനുള്ള നിരവധി കാരണങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ട്. ഇന്നിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഞാനെല്ലാം അന്വേഷണ സംഘത്തോട് പറഞ്ഞോളാം, ഞാനൊരു കാര്യവും തെറ്റായി ചെയ്തിട്ടില്ല എന്നൊക്കെയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആരിലൊക്കെ നിക്ഷിപ്തമാക്കും? പണ്ടൊക്കെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പല അജ്ഞാത മനുഷ്യരെയും കണ്ടെത്തിയതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്ന് അമ്പലത്തിൻ്റെ ഇടനാഴികളിലേക്ക് അജ്ഞാതരായ ആളുകൾക്ക് കടന്നു കയറാനുള്ള ഒരവസരമുണ്ടാക്കിയ ഒരു ഭരണകൂടമാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ബാക്കി എല്ലാത്തിൻ്റെയും ഓൺ ചെയ്യാൻ ദേവസ്വം ബോർഡ് ഉണ്ട് എങ്കിൽ, ദേവസ്വം ബോർഡിൻ്റെ മുകളിൽ ഒരു ദേവസ്വം മന്ത്രി ഉണ്ട് എങ്കിൽ, ദേവസ്വം മന്ത്രിയുടെ മുകളിൽ ഭഗവത്ഗീത കൃത്യമായി പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ട് എങ്കിൽ ആര് കട്ടുകൊണ്ടുപോയി എന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് കേരളത്തിന് വേണ്ടത്. അതിന് ഹൈക്കോടതി വളരെ കൃത്യമായി നോക്കുന്നുണ്ട്. 4 ഓർഡർ വന്നിട്ടുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഇനി ആഗോള സൂചികയിലെ ഒരു മെറിറ്റിന്റെ സ്കോളർഷിപ്പിന്റെ കണക്കൂടി പറഞ്ഞിട്ട് ഇതിനെ ഓവർകം ചെയ്യാമെന്ന് പ്രിയപ്പെട്ട അരുൺകുമാർ നിങ്ങൾ ഇത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഒരു ദുസൂചന 20 കൊല്ലത്തേത് ഉണ്ട് എന്നുള്ളത്. 20 കൊല്ലമല്ല, 50 കൊല്ലത്തേത് ഉണ്ടെങ്കിലും അത് അന്വേഷിക്കേണ്ട, അത് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്കാണ്. ഇപ്പോൾ ആ ദേവസ്വം ബോർഡിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ള ആളുകൾക്കാണ്. ഒരിക്കൽ പോലും സംഭവിക്കാത്ത എനിക്കോ അഭിലാഷിനോ ഇനി വേണ്ട രാഹുൽ ഈശ്വറിനോ അവിടെ പോയിട്ട് ഞാൻ ഇതൊക്കെ നന്നാക്കി കൊണ്ടുവരാം എന്ന് എഴുതി കൊടുത്താൽ 200 രൂപ മുദ്രക്കടലാസ് എഴുതി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഊരി തരുമോ? അങ്ങനെ ഊരി തരുമെങ്കിൽ ഏറ്റെടുക്കാൻ അവിടേക്ക് അയ്യപ്പ സംഗമത്തിൽ ആൾ കുറഞ്ഞ് നോക്കണ്ട, 1000-കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ അങ്ങോട്ട് വരും. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ തകരാറിലായി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ഊരിക്കൊണ്ടുപോകും. ഏതോ ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ പുറത്താക്കപ്പെട്ടു എന്നാണ് നമ്മളിപ്പോൾ വിശ്വസിക്കേണ്ടത്. ഇതിനപ്പുറത്തും സംഭവിച്ചിട്ടുണ്ടാകാം എന്ന ഒരു പേടിയാണ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ പേടിയെ മാറ്റാൻ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? സർക്കാർ നേരിട്ട് കട്ടു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഈ സിസ്റ്റം തകരാറിലാണ്. വീണ ജോർജിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ ഈ ഗവൺമെന്റ് തകരാറിലാക്കി കഴിഞ്ഞു. വഴിയെ പോകുന്ന ആർക്കും കയറി എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന, പ്രചരിപ്പിക്കപ്പെടുന്ന എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ അതിന് വഴിമരുന്നാക്കിയതിൽ, അതിനെ ഉദാഹരണമാക്കിയതിൽ, ആ യശസ്സിനെ കെടുത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയതിലുള്ള പ്രയാസവും വേദനയും കൂടി പങ്കുവെക്കുന്നു. ശരി, ശ്രീ ശ്യാംരാജ്, ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്പോൺസർ ചെയ്ത 2 പേരും, അനന്ത സുബ്രഹ്മണ്യനും രമേഷ് റാവുവും, 2 പേരും ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. അവരെ 2 പേരെയും ശബരിമലയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ പോയിന്റാണ്. ആ പോയിന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളാണ്. അവർ സ്വദേശപരമായി ചെയ്തതാണ്. അവരോട് നിങ്ങൾക്ക് ശബരിമലയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പണം മുടക്കിയാൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരത് ചെയ്തത്. അങ്ങനെ പല ആളുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സെലിബ്രിറ്റികളടക്കം സമ്പാദിച്ച കുറച്ച് പണം ശബരിമലയുടെ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന നിലയിൽ ഈ ശബരിമലയിലേക്ക് നിർമ്മിച്ച പാളികൾ വീട്ടിൽ വെച്ച് പൂജിച്ച ആളുകൾ വരെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. ശബരിമലയെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണങ്ങളോ ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നല്ല നിലയ്ക്ക് കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്താണ് ഈ പോറ്റി വലിയ ആളായതെന്നും കേൾക്കുന്നു. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, ഇത് വളരെ ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. എനിക്കിപ്പോൾ ഈ അരുൺകുമാറിൻ്റെ സംസാരം കേട്ടപ്പോൾ തോന്നിപ്പോയത് അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് തോന്നിപ്പോവും. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് 1998 ഈ ക്ഷേത്രത്തിൽ മുഴുവനായിട്ടുള്ള നമ്മുടെ മേൽക്കൂര അടക്കമുള്ള ദ്വാരപാലക ശില്പം അടക്കം സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായനാരായിരുന്നു. 2019 എവിടുന്നോ വന്നിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് ഈ ദ്വാരപാലക ശില്പം എടുത്തിട്ട് പോയി 39 ദിവസത്തിന് ശേഷം ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. 2025 നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷവും നിങ്ങളുടെ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം നിങ്ങൾക്ക് അങ്ങനെ ഒളിച്ചോടാനൊന്നും പറ്റില്ല. ഏതൊക്കെയോ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് നോക്കൂ. കൃത്യമായിട്ട് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾക്കും ദേവസ്വം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അഭിലാഷേ. ഇതിനകത്ത്
ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത്, ഇന്നിപ്പോൾ ഞാൻ ഇവരുടെ ദേവസ്വം പ്രസിഡന്റിന്റെ പ്രസ് മീറ്റ് കണ്ടിട്ട് വരികയായിരുന്നു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഇത്തവണ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന സമയത്ത് ഞങ്ങൾ അയാളെ ഒറ്റയ്ക്ക് വിട്ടില്ലല്ലോ, എന്തോ മഹത്തായിട്ടുള്ള കാര്യം പോലെയാണ് പറയുന്നത്. ഇതേ ആളുകൾ, ഇതേ സർക്കാരിന്റെ ആളുകൾ 2019 എന്താണെന്ന് ചെയ്തത്? എവിടുന്നോ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പൂർണ്ണമായിട്ട് 10-40 ദിവസത്തേക്ക് ഇത് കൊടുത്തുവിട്ട് മാനുവൽ തെറ്റിച്ചുകൊണ്ട്, അതായത് ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമായിട്ട് അറ്റകുറ്റപ്പണികൾ എന്തും നടത്താവൂ എന്നുള്ള മാനുവൽ തെറ്റിച്ചുകൊണ്ടാണ് ഇയാൾക്ക് കൊടുത്തുവിട്ടിട്ടുള്ളത്. അത് ഈ കേവലമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം ഇൻവോൾവ്മെന്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? കൃത്യമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് നമ്മളത് സാമാന്യ യുക്തിക്കൊന്ന് ആലോചിച്ച് നോക്കി. ശബരിമല പോലെ അതിപ്രശസ്തമായിട്ടുള്ള, അതീവ സുരക്ഷയുള്ള, ഓരോ വർഷവും കോടികളുടെ വരുമാനം വരുന്ന, ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്ന, ഇന്നും എണ്ണി തിട്ടപ്പെടുത്താത്തത്ര സമ്പത്തുള്ള, ഇപ്പോഴും ഹൈക്കോടതി ഉത്തരവിട്ടേക്കാണ് എണ്ണി തിട്ടപ്പെടുത്താൻ പറഞ്ഞിട്ട്, ഇന്നും എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റാത്തത്ര സമ്പത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ദിവസം വന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ട് ദാ ഇതിങ്ങ് അഴിച്ചു തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നിഷ്കളങ്കമായിട്ട് ചെന്നൈക്ക് കൊടുത്തുവിട്ടു ഈ ദ്വാരപാലക ശില്പങ്ങൾ. കൃത്യമായിട്ട് ആ സമയത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കം, ആ സമയത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അഭിലാഷേ, ഒന്നുകിൽ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും എല്ലാം കൂടി ഈ കള്ളന് കഞ്ഞി വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇവർ ഈ കള്ളന്മാരെല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടുമുണ്ട്. അതല്ലാതെ ഈ കുറേ ദിവസങ്ങളായിട്ട് ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിനകത്ത് വരേണ്ടതും കൂടി. ഒരു കാര്യം കൂടി പറയട്ടെ. ഒന്ന്, ഇന്ന് ദേവസ്വം പ്രസിഡന്റ്, ഒരു കാര്യം കൂടി പറയട്ടെ, ദേവസ്വം പ്രസിഡന്റ് പറയുകയുണ്ടായി 2019 വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, തെറ്റ് എന്താ സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയെ കുറിച്ചിട്ട് മാത്രമാണ്. 98 പൊതിഞ്ഞു എന്ന് പറയുന്ന 30.3 കിലോഗ്രാം സ്വർണം, ആ സ്വർണം എവിടെ? അതിന്റെ കണക്ക് കൂടി കാണിക്കണമെന്ന്. ആ കണക്ക് നമ്മുടെ കയ്യിൽ നിലവിലില്ല. അതിന്റെ അടക്കമുള്ള കണക്കുകൾ നമ്മൾ കാണണം. എന്നാണ് ഇവരിത് എടുത്തുകൊണ്ട് പോയത്, തട്ടിക്കൊണ്ടുപോയത്, കട്ടുകൊണ്ടുപോയതെന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ കൂടി കണക്കുകൾ വരണം, അതിന്റെ കൂടി ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. ഇവർ ഈ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഇവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഈ കാര്യത്തിലുണ്ട്. ശരി, ശ്രീ അരുൺകുമാർ, നിരവധി വിഷയങ്ങൾ. ഞാൻ കഴിഞ്ഞ 2 ദിവസവും വായിച്ചൊരു പത്രവാർത്തയുണ്ട്. 4/9/1998 പത്രവാർത്ത. മാതൃഭൂമി പത്രം അന്ന് വലിയ ഹെഡിങ്ങിൽ സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിൽ ഇന്ന് ഏറ്റെടുക്കും എന്ന ഹെഡിങ്ങിൽ വന്ന വാർത്തയിൽ വളരെ കൃത്യമായി എവിടെയൊക്കെയാണ് സ്വർണം കവചം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 2 ദ്വാരപാലകന്മാർ, ശ്രീകോവിലിലെ 3 കർണകൂടവും തൂണുകളും എന്നിങ്ങനെ എന്തൊക്കെ സ്വർണം പൂശിയിട്ടുണ്ട്, എന്തൊക്കെ സ്വർണം കവചം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ 2013 എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫുകളിൽ വളരെ വ്യക്തമായി ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞ നിലയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാദം ഒരു തരത്തിലും സംഗതമല്ല. പക്ഷേ ഈ പത്ര റിപ്പോർട്ടുകൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒഫീഷ്യലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകളും റെക്കോർഡുകളും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഞാൻ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ തിരുവാഭരണ കമ്മീഷണറായിരുന്ന വ്യക്തി ഇതേ ഫ്ലോറിൽ ഇതേ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളിലില്ല എന്നാണ്. 30 കിലോയിൽ കൂടുതൽ സ്വർണം ഉപയോഗിച്ച് നടന്ന പ്രവൃത്തികളുടെ അടക്കം കൃത്യമായ കണക്കുകൾ, കൃത്യമായിട്ടുള്ള രജിസ്റ്റർ സൂക്ഷിക്കാത്ത പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ, എന്തൊക്കെ, ഏതൊക്കെ വിധത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് സംശയിക്കും. ആ സംശയത്തിന് നിവൃത്തി വരുത്തണ്ടേ? അഭിലാഷേ, ഇവിടെ ഇപ്പൊ ഈ ശ്രീ രാഹുൽ ഈശ്വർ ചർച്ച പറഞ്ഞു തുടങ്ങിയത് ഇതില് ഈ ദ്വാരപാലക സ്വർണം പൂശിയോ എന്ന് എനിക്ക് അറിയില്ല എന്ന രൂപത്തിൽ ഞാൻ ചർച്ച നടത്തിയതാണ്. കഴിഞ്ഞ 2-3 ദിവസമായി വിവിധ ചാനലുകളിൽ ഞാനും ഇദ്ദേഹവും ചർച്ചയിലുണ്ട്. ഒരു തരത്തിലും എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യം എന്നതിലാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം 2019 തയ്യാറാക്കിയ മഗസറിൽ ചെമ്പ് എന്ന് പ്രത്യേകം സൂക്ഷിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി താങ്കൾ കേൾക്കണം. സ്വർണം ക്ലാഡഡ്, സ്വർണം പ്ലേറ്റഡ്, ഇത് രണ്ടാണ്. ഒരിക്കൽ പ്ലേറ്റ് ചെയ്ത സാധനത്തെ സ്വർണം പ്ലേറ്റ് ചെയ്താൽ പിന്നെ വീണ്ടും സ്വർണം പ്ലേറ്റ് ചെയ്യേണ്ടതില്ല. അന്ന് 2019 തന്ത്രി അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ, എന്തെങ്കിലും അതിൽ നാശനഷ്ടം വരികയോ മറ്റെന്തെങ്കിലും വന്നാലും ഒരിക്കൽ സ്വർണം പ്ലേറ്റ് ചെയ്തതിൽ വീണ്ടും സ്വർണം പ്ലേറ്റ് ചെയ്യണം എന്ന് പറയാൻ ഒരു തരത്തിലും സാധ്യതയില്ല. അതുകൊണ്ട് സ്വർണം ക്ലാഡഡ് ആണെങ്കിൽ അതിൽ നേർത്ത ആ സ്വർണം ക്ലാഡഡ് അഴിച്ചു മാറ്റി ഉള്ളിലെ ചെമ്പ് കൊണ്ടാം.
അതിൽ ശുദ്ധീകരിച്ച ചെമ്പ്, ശുദ്ധി ചെയ്യാത്ത ചെമ്പൊക്കെ മഹസറിലെ വാചകങ്ങളാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ടു ബി വൈഡ്ലി ഇൻവെസ്റ്റിഗേറ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അല്ല ഒറ്റ സെക്കൻഡ്, ഈ സ്വർണ്ണ തകിട് അഴിച്ചു മാറ്റി ബാക്കിയുള്ള ചെമ്പാണ് ഇവർ കൊണ്ടുപോയത് എന്ന് വെക്കുക. ചെമ്പാണ് എന്ന് ഈ കൊണ്ടുപോയ ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ അവകാശപ്പെടുന്നു. ഞാൻ പോയി പണിശാലയിൽ പോയി നോക്കിയപ്പോൾ കണ്ടത് ചെമ്പ് മാത്രമാണെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ സ്വർണ്ണ തകിട് അഴിച്ചു മാറ്റി ബാക്കി ഭാഗമായിരിക്കും കൊടുത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ അഴിച്ചു മാറ്റിയ സ്വർണ്ണ തകിട് എവിടെ പോയി? അല്ല, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അറിയില്ല എന്നൊരു വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. രാഹുൽ ഈശ്വർ അത് തെറ്റിദ്ധരിച്ചതാണ്. ഈ കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായി ശബരിമലയുടെ പൊതു സ്വത്ത് ശബരിമലയിലേക്ക് വിവിധ ഘട്ടങ്ങളിൽ പലരും സമർപ്പിച്ചത് ഒരു അംശം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ ആര് വീഴ്ച വരുത്തിയാലും ഏറ്റവും ഗൗരവമായിട്ടുള്ള ക്രിമിനൽ കേസ് തന്നെ രജിസ്റ്റർ ചെയ്ത് നടപടിയെടുക്കണം. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, 2019 ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ശബരിമല മരാമത്ത് ഡിവിഷൻ എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇന്ന് മരാമത്ത് ഡിവിഷൻ എഞ്ചിനീയർ അല്ല. 2019 നടക്കുമ്പോൾ കൃത്യമായിട്ട് ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും അതിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുണ്ട്. അവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഈ സത്യമൊക്കെ പുറത്തു വരും. ഞാൻ ചെന്നപ്പോൾ അതാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തി ശബരിമലയിലേക്ക് വരുന്ന ഒരു നാണയം വരെ കൃത്യമായി കണക്കുള്ളതല്ലേ. ഇപ്പൊ ഉത്സവ സീസണുകളിൽ ഉപയോഗിക്കേണ്ട ആഭരണം, ദിവസ പൂജകളിൽ ഉപയോഗിക്കേണ്ട ആഭരണം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആഭരണം, ഇതൊക്കെ റിസർവ് ബാങ്കിൽ വളരെ ആശ്ചര്യജനകമാണ്. ഇത്രയും പ്രധാനപ്പെട്ട സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രീതി. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ തിരുവാഭരണ കമ്മീഷണറുടെ കാര്യം പറഞ്ഞല്ലോ. ഇത് അഴിച്ചപ്പോൾ ഉള്ള തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല തിരികെ വെച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ചുമതല ഏറ്റെടുത്ത ഒരു ദിവസം പിറ്റേന്നാണ് ഈ സംസാരിച്ച തിരുവാഭരണ കമ്മീഷണർക്ക് ഈ സാധനം ഇവിടെ ഇല്ല, ചെന്നൈയിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഇൻസ്പെക്ട് ചെയ്യാൻ പോവാണ്. ഈ സ്പോൺസർമാരും മറ്റുമൊക്കെ അവിടെ സന്നിഹിതരാണ്. അന്നേരം അദ്ദേഹം കാണുന്നുണ്ട് ഇത് ചെമ്പാണ് എന്നുള്ളത്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു കമ്മീഷണറാണ്. അപ്പോൾ അഴിച്ചുകൊണ്ട് പോയ കമ്മീഷണർ, അല്ലെങ്കിൽ അഴിച്ചുകൊണ്ട് പോയപ്പോൾ ഉള്ള കമ്മീഷണർ വേറെ, ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉള്ള കമ്മീഷണർ വേറെ, ഇത് കണ്ടത് വേറെ, കാണാത്തത് വേറെ. ഇങ്ങനെ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതകരം. അല്ല, ഒറ്റ പ്രശ്നം, സർക്കാർ ജീവനക്കാരാണല്ലോ എല്ലാവരും. ഏത് ഉദ്യോഗസ്ഥൻ ഏത് കാലത്ത് ജോലി ചെയ്താലും നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഈ കേരളത്തിലെയോ രാജ്യത്തെയോ നീതിന്യായ സംവിധാനമോ പോലീസോ ഏത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏത് സമയത്ത് വിളിച്ചാലും കൃത്യമായി താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തുള്ള തെളിവും അതിനുശേഷവും തന്റെ നോളജിലുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എവിഡൻസ് കൊടുക്കണം. അതിന് പറ്റിയ രീതിയിൽ തന്നെയാണല്ലോ ഗവൺമെന്റ് സർവീസ് പോകുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ മാനുവൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ചെന്നൈക്ക് കൊടുത്തുവിട്ടു? ഇതേ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണറും കൃത്യമായി അക്കമ്പനി ചെയ്യണം എന്നുള്ള നിർദ്ദേശം. ഇപ്പൊ അതിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ച എന്താ? നിയമാനുസൃതം ശാസ്ത്രവിധി അനുസരിച്ച് പോകണമെന്നാണ്. ആ നിയമാനുസൃതവും ശാസ്ത്രവിധി അനുസരിച്ച് പോകണമെന്ന തീരുമാനം എന്തുകൊണ്ട് വയലേറ്റ് ചെയ്തു? ആർക്ക് വേണ്ടി വയലേറ്റ് ചെയ്തു? എന്തുകൊണ്ട് 39 ദിവസം ഈ ഉണ്ണികൃഷ്ണൻ ഹോൾഡ് ചെയ്തു വെച്ചു? അത് വ്യത്യാസം വന്നത് എന്തുകൊണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും, ഞാൻ അതിന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും, ചെലവ് എന്നുള്ളത് നിൽക്കട്ടെ, ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെന്ന്. ഉത്തരവാദിത്വം ദേവസ്വം ഉദ്യോഗസ്ഥർക്കില്ല, ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർമാർക്കില്ല. ഏതോ ഒരു പോറ്റി അങ്ങ് വന്നാൽ ഉത്തരവാദിത്വം നിങ്ങൾ എടുത്തോളൂ, പോറ്റി കൊണ്ടുപോളൂ എന്ന് പറയുന്ന സംവിധാനം എന്താണ്? ചോദിക്കണം. അത് ആ പോറ്റി എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ശബരിമലയിൽ ഇന്ന് വന്ന് ഇടപെടാനും സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരു അവതാര പുരുഷനായിട്ട് വരാൻ കാരണം ആദ്യം ആരാണ് ദേവസ്വം ബോർഡിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്? ഇതൊക്കെ അന്വേഷിക്കണമെന്ന്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും ശബരിമലയുടെ ഒരു ചില്ലി നാണയം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതെല്ലാം ശബരിമലയ്ക്ക് അർഹതപ്പെട്ടതാണ്, അവിടുത്തെ ഡയറ്റിക്ക് അർഹതപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ അന്വേഷിക്കട്ടെ. ഇപ്പൊ 2019 മുതൽ അന്വേഷിക്കണം എന്ന ഹൈക്കോടതി പറഞ്ഞേക്കണേ. ആയിക്കോട്ടെ. 2021 മുതൽ 2001 മുതൽ 2006 വരെ ഗവൺമെന്റ്, അതിനുശേഷം 2006 മുതൽ 11 വരെയുള്ള ഗവൺമെന്റ്, 11 മുതൽ 16 വരെ ഗവൺമെന്റ്, അതിനുശേഷം തുടർച്ചയായിട്ട് 9 വർഷം മുഴുവൻ അന്വേഷിച്ചോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ സംവിധാനത്തെ നിയമാനുസൃതവും ശാസ്ത്രവിധി അനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? എന്തെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആര്? ക്രിമിനൽ കേസ് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. ഇതിലൊന്നും ഒരു സംശയമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ആ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് വീതം വെച്ച് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ DT പെർപെച്വൽ മൈനറാണ്. സ്വാഭാവികമായും ആ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഗാർഡിയൻ ആയിട്ടുള്ള
ആളുകളാണ്. ഇവിടെ ആ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും അത് നടത്തുന്ന സംവിധാനങ്ങളുമാണ്. ഇത് കേവലമായി വന്നിട്ടുള്ള പിഴ, അതല്ലെങ്കിൽ നോട്ടക്കുറവ്, അശ്രദ്ധ, സ്വദേശപരമായി ഈ തിളക്കം കുറഞ്ഞ പാളികൾ നല്ല തിളക്കത്തിൽ സ്വർണ്ണവർണ്ണമായിരിക്കട്ടെ എന്ന ഉദ്ദേശം, ഇങ്ങനെയൊക്കെ ദേവസ്വം ബോർഡിന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇല്ല അഭിലാഷ്, അത് പോകാൻ പറ്റില്ല. രണ്ട്, ഗാർഡിയൻ അല്ലെങ്കിൽ DTയുടെ ദേവത എന്ന് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിൽ ഡെയ്റ്റി എന്ന് പറയുന്നതിന്റെ റിച്വലിസ്റ്റിക് പിതാവോ അല്ലെങ്കിൽ പരമാധികാരമോ തന്ത്രിയോ അഡ്മിനിസ്ട്രേറ്റീവും സെക്കുലർ കാര്യങ്ങൾക്ക് ദേവസ്വം ബോർഡാണ്. നമ്മുടെ നാട്ടിൽ ലീഗൽ കാര്യങ്ങൾക്ക് ഹൈക്കോടതി കൂടിയാണ്. അങ്ങനെയാണ് എൻ്റെ വരി. ഞാൻ എന്തുകൊണ്ട് അരുൺ സഖാവനോട് പ്രത്യേകിച്ച് എതിർപ്പുള്ളതുകൊണ്ട് പറഞ്ഞതല്ല, അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കേണ്ട, അദ്ദേഹം നിയമപണ്ഡിതൻ കൂടെയാണ്. 15 സെപ്റ്റംബറിലുള്ള കോടതി വിധി, 29 സെപ്റ്റംബറിലുള്ള കോടതി വിധി, 15 സെപ്റ്റംബറിൽ പാരഗ്രാഫ് 6, പാരഗ്രാഫ് 7, 29 സെപ്റ്റംബറിൽ പാരഗ്രാഫ് 10, പിന്നെ 3B അടക്കം കാറ്റഗറിക്കലി ഹൈക്കോടതി പറയുന്നുണ്ട് അന്ന് ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ടായിരുന്നു. അതുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം പോലും ഇല്ല. അതായത് 1998-99 കാലങ്ങളിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഗോൾഡ് പ്ലേറ്റിംഗ്, ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല. ഇവിടെ ഒരൊറ്റ ചോദ്യമാണ് കോറായിട്ട് നിൽക്കുന്നത്. ആ ദ്വാരപാലക ശില്പങ്ങളിലെ ഗോൾഡ് ക്ലാഡിംഗ് / ഗോൾഡ് പ്ലേറ്റിംഗ് എവിടെ പോയി? അത് ഭക്തി വ്യവസായം എന്ന് ചില ആൾക്കാർ വിളിക്കുന്ന കാര്യത്തിന് ദുരുപയോഗം ചെയ്തോ, അത് വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റിയോ? ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. അഭിലാഷിന് ഒരുപക്ഷെ ഓർമ്മ കാണും, ശബരിമലയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആവുന്നത് എന്റെ പരാതിയിലാണ്. അന്ന് PRO ആയിരുന്ന മുരളി സാറിനെ PIO കൂടിയായി തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പരാതി കൊടുക്കേണ്ടി വന്നത്? കാര്യം ട്രാൻസ്പെറൻസി ഇല്ല, ക്ലാരിറ്റി ഇല്ല, ഡോക്യുമെന്റേഷൻ ഇല്ല. നമ്മുടെ അമ്പല സംവിധാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കാര്യമായി രേഖപ്പെടുത്തണം. ഇത് നമ്മുടെ ഹിന്ദുക്കളുടെയും വിശാല അർത്ഥത്തിൽ കേരളത്തിന്റെയും ബെസ്റ്റ് താല്പര്യത്തിലാണ്. കാര്യം പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ, ഇപ്പം തിരുപ്പതി അടക്കമുള്ള അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. അവരെത്ര നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇത് A പാർട്ടി, B പാർട്ടി, C പാർട്ടിയുടെ പ്രശ്നമല്ല. നമ്മുടെ അമ്പലങ്ങളെ കുറെ കൂടെ പ്രൊഫഷണലി മാനേജ് ചെയ്യാനും മറ്റും കഴിയണം. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് മാറാൻ കഴിയില്ല. ഈ ചോദ്യങ്ങളെല്ലാം ഈ എതിർക്കുന്നവർക്കും CPMന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്കും അറിയാം. ആ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്ന ചോദ്യം ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. അതിന് ഹൈക്കോടതിയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോ പല ആളുകളും ഇതിന്റെ സ്വർണത്തിന്റെ മൂല്യം എന്ന അടിസ്ഥാനത്തിലായിരിക്കും. അതിനപ്പുറത്ത് ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ ഇരുന്ന ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ, അതല്ലെങ്കിൽ സ്വർണമോ മറ്റ് എന്തെങ്കിലും ആവട്ടെ, ആ വസ്തു ഇതാ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഇരുന്നാൽ അത് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ 2 ദിവസം ഇരുന്നാൽ, അല്ലെങ്കിൽ പെർമനന്റ് ആയി നിങ്ങളുടെ വീട്ടിലിരുന്നാൽ അത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഏത് തരത്തിലൊക്കെയുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുള്ള നാടാണ്. അപ്പൊ ആ സാധ്യതയായിരിക്കല്ലേ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അല്ല, ആ സാധ്യതയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കാൻ സാധ്യത. ഇതുവരെ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തമിഴ്നാട്, ആന്ധ്ര, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ച് അതിലൊരു കാശ് ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് ചില ആൾക്കാർ ഉപയോഗിച്ചു. ആ കാശിന്റെ ഭാഗം ബാക്കി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഭക്തി വ്യവസായം അല്ലെങ്കിൽ ഭക്തിയെ ചൂഷണം ചെയ്ത് കൊള്ള മുതലോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ മുതലോ മിസ്പ്ലേസ്ഡ് ആയ മുതലോ എടുത്തോണ്ട് പോയി ചില ആൾക്കാർ ലാഭം ഉണ്ടാക്കി. അതാണ് ഒരു പ്രശ്നം. ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ, ഹൈക്കോടതിയും മാധ്യമങ്ങളും ഇല്ലെങ്കിൽ ഇത് വെളിയിൽ വരുമായിരുന്നു. ഹൈക്കോടതി ഇത്ര ആർജവത്തോടെ ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നു? 2 ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. ഒന്ന്, പോയ പാളികൾ തന്നെയാണോ തിരിച്ചു വന്നത്? 2, അതിലെ സ്വർണത്തിന്റെ എലിമെന്റ്സ് എവിടെ? ഇതിന് കൃത്യമായ ഉത്തരം കിട്ടാതെ ഇത് നമുക്ക് എന്താണെന്ന് അറിയാൻ കഴിയില്ല. ഇൻ ഓൾ പ്രോബബിലിറ്റി വി ആർ ലുക്കിംഗ് അറ്റ് എ ക്രിമിനൽ കോൺസ്പിറസി. അതായത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എല്ലാ പ്രോബബിലിറ്റിയും നമ്മൾ കാണുന്നത്. ഹൈക്കോടതി വരും ദിവസങ്ങളിൽ അത് തെളിവും തോന്നുന്നു. ഞാൻ ഈ കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇതിന് ഉത്തരവാദികളായവരെ തീർച്ചയായും കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷിക്കണം. കാര്യം നാളെ നമ്മുടെ അമ്പലങ്ങളില്ലെങ്കിൽ പിന്നെ എങ്ങനെ സേഫ് ആവും? നമ്മളൊക്കെ വിശ്വസിച്ച് അവിടെ കാണിക്കയോ സ്വർണ്ണോ എങ്ങനെ കൊണ്ട് സമർപ്പിക്കും? അവിടുത്തെ ദേവന്റെ വിചാരിച്ചല്ലേ സമർപ്പിക്കുന്നത്. അതിന് രാഷ്ട്രീയമൊന്നും കലർത്തണ്ട. ഇത് രാഷ്ട്രീയത്തിനപ്പുറമാണ്. അതിശക്തമായ രീതിയിലുള്ള നടപടി വേണം. അപ്പൊ സുധാകരൻ സാറിനെ ആരും കുറ്റം പറയുന്നില്ലല്ലോ. സുധാകരൻ സാർ അവിടെയാണ് ക്ലീനപ്പ് ചെയ്തതിൽ പ്രധാനികളിൽ ഒരാൾ. എല്ലാ നല്ല ആൾക്കാരും, പ്രയാർ സാർ ഏറ്റവും നല്ല ദേവസ്വം ബോർഡ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. എല്ലാവരും ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ കുമ്മനം ചേട്ടനെ പോലുള്ള നല്ല ഭക്തർ BJP-യിലുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. പക്ഷേ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ശരി, അമ്പലക്കള്ളന്മാരെ എങ്ങനെ പിടിക്കും? ശ്രീ നിജേഷ് അരവിന്ദ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം എങ്ങനെ ശബരിമലയിലേക്ക് എത്തി? ആ ചോദ്യം നേരത്തെ ശ്രീ അരുൺകുമാറും ഉന്നയിക്കുകയുണ്ടായി. കുറച്ചു കാലമല്ല, കുറച്ചധികം കാലമായിട്ട് പല കാര്യങ്ങളുടെയും ഇടനിലക്കാരനായി, ഭക്തി ബ്രോക്കർ എന്നൊരു പേരുണ്ടോന്ന് അറിയില്ല, നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാം. ഭക്തി ഇടനിലക്കാരനായി അവിടെ ഉണ്ട്. പ്രധാനപ്പെട്ട വ്യവസായികളെ, ഭക്തരെയൊക്കെ അവിടേക്ക് കൊണ്ടുവരിക, പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യിക്കുക, ഈ പണി ഒക്കെ അദ്ദേഹത്തിൽ ആയിരുന്നു നിക്ഷിപ്തമായിരുന്നത്.
അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുമായിട്ടൊക്കെ ബന്ധം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ പോലെ ഞാൻ ചില ഫോട്ടോഗ്രാഫുകളൊക്കെ കണ്ടു. ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെയോ നേതാക്കന്മാർ മാത്രമൊന്നുമല്ല, ഒരു വിപുലമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒത്തു നിൽക്കുന്ന, കുടുംബസമേതം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോഗ്രാഫുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ പ്രോക്സിമിറ്റി ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ എത്തി എന്നുള്ളതും അന്വേഷിക്കപ്പെടണമല്ലോ. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ എത്തി എന്നുള്ളതാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇതിനകത്ത് എത്തി എന്നുള്ളതാണോ അന്വേഷിക്കേണ്ടത്? നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തേക്ക് ഒരാൾക്ക് കയറി വന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുണ്ട്, അനുവാദമുണ്ട് എന്നിരിക്കെ അപ്പോൾ അതല്ലേ അന്വേഷിക്കേണ്ടത്? അതെങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കട്ടുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയരുത്. പ്രിയപ്പെട്ട അരുൺകുമാർ, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സിസ്റ്റമുണ്ട് ഇവിടെ. എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഈ അമ്പലം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ട്, പ്രസിഡന്റ് ഉണ്ട്. അവർ ആഗോള അയ്യപ്പ സംഘം നടത്തി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം കേൾപ്പിക്കേണ്ട ആളുകളല്ല, മറിച്ച് അവർ അമ്പലം നോക്കേണ്ട ആളുകളാ. അമ്പലം നോക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അത് അന്വേഷണം നടക്കട്ടെ അതിൽ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ, എങ്ങനെ ഇത് പുറത്തു വന്നു? ഇപ്പോൾ അദ്ദേഹം കുറെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് ചൂണ്ടിക്കഴിഞ്ഞു, ഈ ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ മറ്റവൻ മറിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് ഇത് നാളെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് തീർക്കാമെന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. 6 മാസം കൂടിയല്ലേ ഭരണമുള്ളൂ. 6 മാസത്തിനിടയ്ക്ക് ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് ഇനിയും നടന്നു പോയില്ലായിരുന്നോ? എത്രയോ കാലം മുമ്പ് സംഭവിച്ചത് ഇതുവരെ എത്താത്തത് എങ്ങനെയെന്ന് അന്വേഷിക്കാനോ കണ്ടെത്താനോ ദേവസ്വം ബോർഡിൽ എല്ലാവിധ സിസ്റ്റവും ഉണ്ടായിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അതിന് മറുപടി പറയാൻ ഭരണ നേതൃത്വം തന്നെയാണ് വേണ്ടത്. വിമാന അപകടം നടന്നതിന് പേരിൽ ഏവിയേഷൻ മന്ത്രി രാജിവെച്ച നാടാണ്. റെയിൽവേ അപകടം നടന്നതിന്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെച്ച നാടാണ്. ബസ് അപകടത്തിന്റെ പേരിൽ ട്രാൻസ്പോർട്ട് മന്ത്രി രാജിവെച്ചതാണ്. അതിന്റെ ഉത്തരവാദിത്തമാണ്, ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം. ദേവസ്വം ബോർഡിന്റെ മുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആളുകൾ തയ്യാറാവണം. ഈ അന്വേഷണം നടക്കണം. ബലിയാടുകളല്ല, ഇതിന്റെ സിസ്റ്റമാണ് തകരാറിലായത്. സിസ്റ്റം തകരാറിലാക്കിയവർ ഏത് കള്ളന്മാർക്കും ഏത് കൊള്ളക്കാർക്കും ശബരിമലയിലേക്ക് കടന്നു വരാൻ അവസരമൊരുക്കിയ ആളുകളെ തന്നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശരി, ഇവിടെ ശ്രീ ശ്യാംരാജ് അദ്ദേഹം എന്തൊക്കെ അഴിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ടെന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ വ്യക്തമാവുമായിരിക്കും. എന്തായാലും 2023 വീണ്ടും ഇത് അഴിച്ചുകൊണ്ട് പോകാനുള്ള അനുമതി തേടാനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു. 2019 അഴിച്ചുകൊണ്ട് പോയിട്ട് ഫിക്സ് ചെയ്ത സംഗതിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഇളക്കിക്കൊണ്ട് പോയിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താനെന്ന പേരിൽ കൊണ്ടുപോയിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവെക്കുന്നത് എന്നുള്ളത് അറിയില്ല. നേരത്തെ മാനുവലൊക്കെ പറഞ്ഞു ദേവസ്വം പ്രിമൈസസിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്ന മാനുവൽ. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തണലായിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളതും അന്വേഷിക്കപ്പെടണമല്ലോ. ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതൊരു വിഷയമാകുന്നില്ല. ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവന കൊണ്ട് ദേവസ്വം ബോർഡിനെതിരേക്ക് ആഞ്ഞടിച്ചിട്ടുണ്ട്, കൊള്ളാം. പക്ഷേ ഈ പോറ്റിയുടെ പേര് അവിടെ എവിടെയും കാണുന്നില്ല. അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ളതാണോ പോറ്റിയുടെ ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത്? അമ്പ് കൊള്ളാത്തവർക്കൊക്കെ നന്നായിട്ട് കൊള്ളട്ടെ അഭിലാഷ്. ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഈ പോറ്റി മാത്രമായിട്ട് പോറ്റിയുടെ തലയിലേക്ക് മാത്രം ഇത് ഇടുന്നതിൻ്റെ ആണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പോറ്റി ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നതുമില്ല. പക്ഷെ അതിനോടൊപ്പം പോറ്റി മാത്രമാണ് പ്രശ്നക്കാരൻ, ഞങ്ങളെല്ലാവരും സത്യസന്ധരാണെന്ന് ഇവരങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ അതിനങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇപ്പൊ നോക്കൂ, ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് വരുന്ന പത്രവാർത്തകൾ നിങ്ങളടക്കമുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇയാളേത് ബ്ലേഡുകാരൻ എന്തോ ആണെന്ന് ഈ കള്ളൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളേതോ ബ്ലേഡുകാരൻ എന്തോ ആണ്. പലയിടങ്ങളിലായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ ഈ ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയിട്ടുള്ള സ്വർണ്ണപ്പാളി വെച്ചിട്ട് അതിൻ്റെ വരെ പൈസ തട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കള്ളനോ കൊള്ളക്കാരനോ ഭക്തിയെ ബിസിനസ് ചെയ്യുന്നവനോ ഒക്കെ ആയിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അയാൾ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഇതുപോലെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ശില്പങ്ങളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി 40 ദിവസം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്താരാ അഭിലാഷേ? അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ കള്ളൻ, അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ഈ കള്ളന് കഞ്ഞി വെച്ചവരായിരിക്കാണെന്നേ. ഈ കള്ളൻ്റെ ഒപ്പം കഞ്ഞി വെച്ചിട്ട് കഞ്ഞി കുടിച്ചതായിരിക്കാണെന്ന്, ഒരു പ്ലേറ്റിൽ നിന്ന് കഞ്ഞി കോരി കുടിച്ചവരായിരിക്കാണെന്നേ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കണ്ടേ? ഇനി ഈ അരുൺകുമാറിൻ്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റിനെയൊക്കെ ഒരു വാദം നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കാൻ തന്നെ വെച്ചോ. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കള്ളൻ മാത്രമാണ് അതിനകത്ത് കള്ളത്തരം ചെയ്തത്. ഇവരാരും അറിയാതെ വന്നിട്ട് ഇത് ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്നു, ആരും അറിയാതെ പറന്ന് ചെന്നൈയിലേക്ക് പോകുന്നു, ആരും അറിയാതെ കൊണ്ടുവയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു തന്നെ വെച്ചോ. ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ 30.3 കിലോഗ്രാം സ്വർണത്തിന്റെ കണക്ക് എവിടെയാന്ന്? ഇവരുടെ കയ്യിൽ കണക്കില്ല. ഒന്നുകിൽ ഇവരുടെ കയ്യിൽ കണക്കില്ല, അല്ലെങ്കിൽ ഇവർ ആ കണക്കെടുത്തിട്ട്
മറച്ചു വെക്കുന്നു. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇവരെ കൊണ്ട് ഈ പണിക്കൊന്നും പറ്റൂല എന്ന് ഇവർ അംഗീകരിക്കലാണ്, അല്ലെങ്കിൽ ഈ കൊള്ളയിൽ ഇവർക്ക് പങ്കുണ്ടെന്നേ. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പ്രശ്നക്കാരനാണ്, ഇയാൾ കുറ്റക്കാരനാണ്, സമ്മതിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു? ഒന്നാമത്തെ ചോദ്യം. ഇനി കൊടുത്തുവിട്ടു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 40 ദിവസത്തേക്ക് അത് എങ്ങനെ അയാളുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നു? അതിന് ഇവർ ഉത്തരം, ഈ ദേവസ്വം ബോർഡ് ഉത്തരം കൊടുക്കണ്ടേ? ഇനി ദേവസ്വം മാനുവൽ പ്രകാരം തൊട്ടടുത്തുള്ള പ്രിമിസൈസിൽ മാത്രം ഒറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്നിരിക്കെ അതിനെ മറികടന്ന് ഇന്നലെ വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആര് കൊടുത്തുവിട്ടു? അതിന് മറുപടി ദേവസ്വം പറയണ്ടേ? ഇനി ഇവിടെ നിന്ന് അല്ലെ, തീർന്നില്ല, തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് തൂക്കി നോക്കാതെ എന്തിന് അവിടെ തന്നെ വെച്ചു? അതിനുത്തരം ദേവസ്വം പറയട്ടെ. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ ചർച്ച നമ്മൾ മറ്റൊരു വിഷയം ഈ സമയത്ത് ചർച്ച ചെയ്യുമായിരുന്നു. ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ? ചർച്ച ചെയ്യാനുള്ള കാരണം ഈ ദേവസ്വം ബോർഡോ ദേവസ്വം വകുപ്പോ ഈ സർക്കാരോ അല്ല എന്ന്. ചർച്ച ചെയ്യാനുള്ള കാരണം പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഈ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ദേവസ്വം ബോർഡും ഈ ഉണ്ണികൃഷ്ണനും ഈ ദേവസ്വം വകുപ്പും എല്ലാം ഇങ്ങനെ ഇനിയും മുതൽ കക്കുക തന്നെ ചെയ്യുമായിരുന്നു. അവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള മുഴുവൻ ആളുകളും കുറ്റവാളികളാണ്. അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇവർ ഈ നിഷ്കളങ്കമായിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഒരു കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നതിന് നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല. ഇന്നിപ്പം ദേവസ്വം പ്രസിഡന്റ് അടക്കം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അടക്കം എല്ലാവരും പറയലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭയങ്കര പ്രശ്നക്കാരാണ്. 2019 എന്താ ഇവർക്ക് തോന്നുന്നത്? പോട്ടെ, 2019 പോയി, 2025 വീണ്ടും അതേ തെറ്റ് ചെയ്തയാളെ, 40 ദിവസം വൈകി തിരിച്ചു കൊണ്ടുവന്ന ആൾക്ക് തന്നെ 2025 എന്തിനത് കൊടുത്തുവിട്ടു? അപ്പൊ ഇവർ തമ്മിൽ അറിയാത്തതുകൊണ്ടാണോ? അപ്പൊ ഇവർക്ക് ആർക്കും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും അതിന് മുകളിലുള്ള ഉന്നതരും ഒക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം സമഗ്രമായിട്ട് വേണം. ശരി, അരുൺകുമാർ, ഇപ്പോ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഒക്കെ അറിവ് വരുന്നത് അദ്ദേഹം തന്നെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ല എന്ന് പറയുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് ആഭ്യന്തരമായ സംവിധാനങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരു ചെറിയ സംവിധാനമല്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംവിധാനമല്ല. അവർക്ക് ആഭ്യന്തരമായി പരിശോധനകൾക്കുള്ള എല്ലാ വിഭാഗങ്ങളുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു പടയുള്ള സംവിധാനമാണ്. അപ്പോൾ ഇയാളുടെ ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും തോന്നിയിട്ടില്ലേ? ഈ 2019 അഴിച്ചുകൊണ്ട് പോകുന്നു, പിന്നെയും വീണ്ടും ഇയാൾ തന്നെ അഴിച്ചുകൊണ്ട് പോകാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇൻട്രസ്റ്റുകൾ എന്തുകൊണ്ട് സൂക്ഷ്മമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഭക്തിയെ ചൂഷണം ചെയ്താണ്, ഭക്തിയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കി ആ പണം വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവസ്ഥ? ശബരിമല എന്തിന് ഈ കാരണത്തിന് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പ്രധാനമാണ്. അതെന്തുകൊണ്ട് ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല? എന്തുകൊണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ല? താങ്കൾ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ച ചോദ്യം, ഇവിടെ ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഞാൻ കണ്ടു, അതുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആള് ഒരു ചെറിയ മീനല്ല, ഭക്തി ബ്രോക്കർ അല്ലെങ്കിൽ ഭക്തി ഇടനിലക്കാരനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോസ് വിവരം ഞാനിപ്പോൾ എന്തായാലും വെളിപ്പെടുത്തുന്നില്ല. എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതെന്നും എന്നു മുതലാണ് വന്നതെന്നും ആരാണ് ഇടനിലക്കാരനായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നെന്നും ഈ ഭക്തി ബ്രോക്കർ പരിപാടി എന്നു മുതൽ ആരംഭിച്ചു എന്നൊക്കെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരട്ടെ. സത്യം പുറത്തു വരണമല്ലോ. എത്ര മറച്ചു വെച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ പെൻഡിങ് വയ്ക്കുകയാണ്. വരട്ടെ, പുറത്തു വരട്ടെ. ആ ചോദ്യം ചോദിക്കുമ്പോഴും കോൺഗ്രസ് പ്രതിനിധി തെന്നുമാറിയിട്ട് പറഞ്ഞത് അത് ഈ ഇപ്പോഴത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം തന്നെയാണ്. ഏതായാലും 1999 മുതൽ ഇത് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു ഹൈക്കോടതി ഇതൊക്കെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മൾ അറിയില്ലായിരുന്നല്ലോ എന്ന്. ഈ സ്ട്രോങ് റൂമിൽ ഇത്തരത്തിൽ ഒരു താങ്ങുപീഠം ഉണ്ടെന്നും ആ താങ്ങുപീഠം കാണാനില്ലെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു എന്നുള്ളത് സത്യം. അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് സത്യം. ഹൈക്കോടതി ഈ വിഷയങ്ങളിൽ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനും കൃത്യമായി റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞതും ഇൻട്രിം ഓർഡർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ദേവസ്വം വിജിലൻസ് കമ്മീഷണർ തന്നെയാണ് 2019 മുതലുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി അറിയിച്ചത്. അപ്പൊ അതെന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ വരട്ടെ. കാരണം ഹൈക്കോടതിയുടെ വില കുറച്ച് കാണുകയല്ല, ഹൈക്കോടതി ആക്റ്റീവ് റോൾ തന്നെ എടുത്തിട്ടുണ്ട്. ആ ഹൈക്കോടതിയെ നല്ല തരത്തിൽ സഹായിച്ചത് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. മുഴുവൻ രേഖകളും ഹാജരാക്കിയതും ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇനിയുമുണ്ട് രേഖകൾ. 2019 പഴയ രേഖകളൊക്കെ ഉണ്ട്. ശബരിമലയ്ക്ക് 1 രൂപ കൊടുത്താൽ, 1 നാണയം കൊടുത്താൽ അത് അവിടെ രേഖാപരമായിട്ട് തന്നെ ഉണ്ട്. 2 കോടി രൂപ ഒരു വർഷം
പലിശ ഇനത്തിൽ ശബരിമലയ്ക്ക് കിട്ടാൻ പാകത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിൽ തിരുവാഭരണം, പ്രത്യേക ഉത്സവ നാളുകൾ എടുക്കേണ്ടത്, ദൈനംദിന പൂജയ്ക്ക് എടുക്കേണ്ടത്, അതുപോലെ സംഭാവനയായി കിട്ടുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് 10-18 സ്റ്റോർ റൂമിലായിട്ടുണ്ട്. 1 രൂപ പോലും നഷ്ടപ്പെടില്ല. ഒരു ഭക്തന്റെയും ആകാംക്ഷ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമ്പോഴുള്ള വേദന ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള പരിഹാരം കാണുന്ന തരത്തിലുള്ള അന്വേഷണം, ആ അന്വേഷണത്തെ ഗവൺമെന്റും ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും ഏറ്റെടുക്കും. എല്ലാ തരത്തിലുള്ള സഹായവും കൊടുക്കും. സത്യം പുറത്തു കൊണ്ടുവരും. ഒരു കള്ളന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. ചോദിച്ചോട്ടെ, എങ്ങാനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പീഠം ഞാൻ കൊടുത്തതാണ്, അതിപ്പോ കാണാനില്ല എന്ന് പറയാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരുന്നു? ഇതിങ്ങനെ തന്നെ നിർബാധം തുടരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. വേറെ ആരും കണ്ടുപിടിച്ചതല്ലല്ലോ ഇത്. അതിലൊരു പ്രശ്നമുണ്ട്. ഈ ദേവസ്വം കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ദേവസ്വം ബെഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഒരു കടമയാണ്. ഇപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്വേഷണം നടത്തി രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞ സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സുവമോട്ടയായിട്ട് തന്നെ ഈ വിവരം ദേവസ്വം ബെഞ്ചിനെ അറിയിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പറയേണ്ടി വരും. അത് എപ്പോഴോ എന്നതാണ് ഒരു ചോദ്യം നിലനിൽക്കുന്നത്. അല്ലാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരാതെ ഇത്രയും ഗൗരവമായിട്ടുള്ള സംഭവം നടക്കില്ല. കൂടെ അക്കോമഡേറ്റ് ചെയ്ത് പോകണം, അവിടെ പോയി ഇതിൽ മാറ്റം വരുത്തി കൊണ്ടുവരണം, അല്ലെങ്കിൽ ശബരിമലയുടെ പ്രൊമൈസിസിൽ മാത്രമേ ഇത് ചെയ്യാവൂ എന്നും കൃത്യമായി നിയമാനുസൃതം ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്യാവൂ എന്നുള്ള ശക്തമായ നിർദ്ദേശമുള്ളപ്പോൾ അതിലെങ്ങനെ വയലേഷൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ഏതൊക്കെയോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഉയർന്നതായിരിക്കാം, ചെറുതായിരിക്കാം, വലിയ മീനായിരിക്കാം, ചെറിയ മീനായിരിക്കാം. ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തമാണ് ഈ കേരളത്തിന്റെ അന്വേഷണ ഏജൻസിക്കുള്ളത്. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് മാത്രമോ? കേട്ടില്ല. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് മാത്രമോ? ശബരിമല മാനുവൽ അനുസരിച്ച് വേണം അറ്റകുറ്റപ്പണി നടത്താൻ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറയുന്നു. അതിനെ എതിർത്തുകൊണ്ട് അതിനുശേഷം വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നു 2019 ചെയ്തത് ശരിയായില്ല, അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 3 പേരും നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അല്ല, അത് ഏത് പാർട്ടി എന്ന രൂപത്തിലല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ള ഉത്തരവ് പാസ്സാക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഡയറ്റിയുമായി കൺസൾട്ട് ചെയ്തു ആ രീതിയിൽ, കാരണം ഇംഗിതത്തിനനുസരിച്ച് എന്ന രൂപത്തിൽ ഉത്തരവിടുന്നത്. ആചാരപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തി കാലാകാലങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഇടപെടട്ടെ. കാലാകാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലുമെല്ലാം ഡേറ്റ് കൃത്യമായി തന്ത്രി റിട്ടേൺ ഉത്തരവ് എടുത്തത് വരെ ഹൈക്കോടതിയുടെ മുന്നിൽ ഇപ്പൊ ഉണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒരു നിലപാടും ആരും സ്വീകരിക്കാൻ പാടില്ല. ഇത് കൃത്യമായി സത്യം പുറത്തുകൊണ്ടുവരിക മാത്രം കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം. ഞാൻ ഈ 2019 ഈ വിവാദം ഒന്നും ഉണ്ടാകാത്ത സമയത്ത് വളരെ പോസിറ്റീവായി വന്ന ഒരു പത്രവാർത്തയുണ്ട്. അത് ഈ വഴിപാട് കഴിച്ച ആളുകളെ കുറിച്ചുള്ള പോസിറ്റീവായ വാർത്തയാണ്. അതിനകത്ത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ വിജയ് മല്യ കൊടുത്തിട്ടുള്ള സംഗതി റീപ്ലേസ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയാണ് റീസെന്റ് however a ദേവസ്വം ബോർഡ് മെമ്പർ വാസ് സെഡ് ടു ഹാവ് സീൻ അയ്യപ്പ സ്വാമി ഇൻ എ ഡ്രീം ഹു സെഡ് ദ ഗോൾഡ് പ്ലേറ്റിംഗ് ബി റീപ്ലേസ്ഡ്. ഒരു ദേവസ്വം ബോർഡ് മെമ്പർക്കാണ് സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് മാറ്റിക്കോട്ടോ ഇത് മാറ്റിക്കോ എന്ന് ദർശനം കിട്ടുന്നത്, അല്ലാതെ തന്ത്രിക്കല്ല. അല്ല, അതൊക്കെ അതിന്റെ ഒന്നും ആധികാരികത എനിക്കറിയില്ല. ആധികാരികത എനിക്കും അറിയില്ല, പത്രവാർത്തയാണ്. പക്ഷേ വിവാദം ഉണ്ടാവുന്നതിന് മുമ്പ് 2019 വന്ന വാർത്തയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഒന്ന് ശാന്തി വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവനക്കാരനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ശബരിമലയുമായി ബന്ധം സ്ഥാപിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതും ഭക്തി ഇടനിലക്കാരനായി മാറുന്നതുമൊക്കെ. ഇവിടെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളിൽ ഇപ്പൊ തന്ത്രിക്ക് ശരിയാണ്, തന്ത്രപ്രധാനമായ തന്ത്രവിധികളിലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളത് എങ്കിലും അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ദേവഹിതം നോക്കാറുണ്ട്, അതിന് ദേവപ്രശ്നം ഉണ്ടാവാറുണ്ട്. അല്ലാത്ത സമയത്ത് തന്ത്രിയുടെ തീരുമാനം അല്ലെങ്കിൽ തന്ത്രിയുടെ കൺകറൻസ് ഇല്ലാതെ അവിടെ നിന്ന് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ അത്തരം പരിശോധനകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ലേ? അല്ല, അവിടെയാണ് ശ്രീ അഭിലാഷ് അറിയേണ്ടത്. ഏതൊരു അമ്പലത്തിലും തന്ത്രി ആചാര കാര്യങ്ങൾ, പൂജാ കാര്യങ്ങൾ, പൂജ നടത്തുന്ന കാര്യങ്ങൾ തുടങ്ങിയ റിച്വലിസ്റ്റിക് കാര്യങ്ങളിൽ മാത്രമേ തന്ത്രി ഇടപെടാറുള്ളൂ. അതായത് പൂജയ്ക്ക് ഇന്ന പൂകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ. ഇത് വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്. അവിടെ ഇന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങൾ വേണം. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഇതിലേക്ക് വലിച്ചിടേണ്ട യാതൊരു ആവശ്യവുമില്ല. 2, അവിടുത്തെ ഒരു ദേവസ്വത്തിലെ ഒരാൾക്ക് സ്വപ്ന ദർശനം കിട്ടി എന്നാണ് പറയുന്നത്. ആ സ്വപ്ന ദർശനം കിട്ടിയ മഹാൻ അയ്യപ്പസ്വാമിയുടെ
അനുഗ്രഹം കിട്ടിയ മഹാൻ ആരാന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അത് കർണാടകത്തിലെ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ആർക്കാണത് എന്ന കാര്യം ആ പേര് വെളിയിൽ അറിയേണ്ട പ്രസക്തമാണ്. ഇനി സെപ്റ്റംബർ 15 ഉത്തരവിലെ പാരഗ്രാഫ് 6 ഹൈക്കോടതി പറയുന്നുണ്ട്, ഈ ഓഫീസർ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ചില ക്രിട്ടിക്കൽ ഡോക്യുമെന്റ്സ് വിച്ച് ക്യാൻ ഷെഡ് ലൈറ്റ് ഓൺ ഗോൾഡ് ക്ലാഡിംഗ് പ്ലേറ്റിംഗ് ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ ആ മഹസറുകൾ എവിടെ പോയി? ആ രേഖകൾ എവിടെ പോയി? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവിടുത്തെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൊടുത്തിരിക്കുന്നതിൽ തനിക്ക് ഇതുവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ 1999 അടക്കം കാര്യങ്ങൾ മറച്ചു വെക്കുകയാണോ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തെ ഓർത്ത് ഇതിൽ വിഷയം നമ്മൾ എന്താ പറയുക കൺഫ്യൂസ് ചെയ്യരുത്. കഴിഞ്ഞ 1500 വർഷങ്ങളുടെ കാര്യം അന്വേഷിക്കണമെന്നൊന്നും പറഞ്ഞ് ബ്രോഡാക്കി രക്ഷപ്പെടാൻ നോക്കരുത്. വളരെ സ്പെസിഫിക് ആണ്. 2019 എന്ത് പറ്റി? 1999 ഉണ്ടായിരുന്ന ഗോൾഡ് 2019 എവിടെ പോയി? എന്ത് മാനദണ്ഡത്തിലാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ സാധനങ്ങൾ കൊടുത്തത്? പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്താൻ ഒരു ദേവപ്രശ്നം കൊണ്ടുവന്നതുപോലെ വീണ്ടും കൊണ്ടുവന്നാണോ? അഭിലാഷ് അന്ന് ഓർമ്മ കാണും, അന്ന് മാധ്യമങ്ങൾ ഇടപെട്ടാണ് ആ ദേവസ്വ പ്രശ്നം പൊളിച്ചത്. കാര്യം ഒരു വലിയ ഫ്രോഡാണ് നടന്നത്. ജയമാല എന്ന് പറഞ്ഞ ഭക്തയുടെ വീട്ടിൽ 2 ആഴ്ച മുമ്പ് പോയ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എനിക്ക് ദിവ്യ ദർശനം കിട്ടി. അയ്യപ്പൻ പറയുകയാണ് എന്നോട്, കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് റോപ്പ് വേ വേണമെന്ന് അയ്യപ്പൻ ഇയാളോട് പറഞ്ഞു എന്ന്. എന്നിട്ട് പറയുകയാണ് ഞാൻ റോപ്പ് വേ ചെയ്യാനുള്ള ആളെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പം ബ്രഹ്മശ്രീ കണ്ടൂർ മഹേശ്വർ എണീച്ചു എന്ന് പറഞ്ഞു, ഞാനത് അംഗീകരിക്കുന്നില്ല, അദ്ദേഹം ആയിരുന്നു തന്ത്രി. അങ്ങനെയാണ് ആ ദേവപ്രശ്നം ബ്ലോക്ക് ചെയ്തു പോയത്. അപ്പം അതിഭീകരമായ അമ്പലക്കള്ളന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, അമ്പല വിഴുങ്ങികളുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല, ആരാണെന്നുള്ളത് വരണം. അതിന് രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ക്ലീനപ്പ് ചെയ്യണം. ഈ അഴിമതിക്കാരെ, അമ്പലത്തെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്നവരെ, നമുക്ക് ആ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാക്കുന്നവരെ മാറ്റണം. അതിനുവേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കാൻ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. സുധാകരൻ സാർ അങ്ങനെയാണ് നിന്നത്, പ്രയാർ സാർ അങ്ങനെയാണ് നിന്നത്, ഒരുപാട് പേര് അങ്ങനെയാണ് നിന്നത്. അതേപോലെ ഒരു നിശ്ചയദാർഢ്യം ഇപ്പോഴത്തെ ഗവൺമെന്റ് കാണിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ ഗവൺമെന്റും കാണിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ശരി, അതിന് ചെറിയൊരു മറുപടി അരുൺകുമാർ. ജി സുധാകരൻ എന്നും വിമർശിച്ചു അമ്പലത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ മൈക്കിന് മുമ്പിൽ പോയി നിന്ന് ശരണം വിളിക്കേണ്ട ആളല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന്. ശരണം വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ അഡ്മിനിസ്ട്രേഷൻ വളരെ കൃത്യമായി ചെയ്യുക എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പ്രശ്നം നമുക്കിവിടെ മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും അഡ്മിനിസ്ട്രേഷനിൽ മന്ത്രിയും വകുപ്പും നന്നായി ശ്രദ്ധിച്ചാലും ചില ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം വീഴ്ച വരുത്തുന്ന നിരവധി സാഹചര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ക്രമസമാധാനം നല്ല രീതിയിൽ പോകുമ്പോഴും 114 പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥന്മാരെ അഴിമതിയുടെ പേരിൽ കയ്യോടെ പിടികൂടി നടപടിയെടുത്ത് സർവീസിൽ നിന്ന് തന്നെ ഈ 9 വർഷത്തിനുള്ളിൽ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ ചില ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയിട്ടുണ്ടാകാം. അത് ആരൊക്കെ, എന്തൊക്കെ, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, ക്രിമിനൽ ഇന്റിമിഡേഷൻ ഉണ്ടോ, അതെന്താണ് അതിന് സാഹചര്യം, ആരൊക്കെയാണ് ഇവരെ അവതാരകരായിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത്? പണ്ടേ മുതൽ പല ഘട്ടത്തിലും ഇത്തരത്തിൽ അവതാരകർ വന്നിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? ഇതൊക്കെ അന്വേഷിക്കട്ടെ, കൃത്യമായിട്ട് സത്യം പുറത്തു വരിക എന്നുള്ളത് കേരളം ആഗ്രഹിക്കുന്ന, പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അമ്പലക്കള്ളന്മാർ കുടുങ്ങട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.